എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പുതിയ വീട്ടിലേക്ക് സ്വാഗതം. ഗൈസ്, ഇന്ന് ഒരു സ്പെഷ്യൽ സംഭവമുണ്ട് നമ്മളെ വീഡിയോയിൽ. ചക്ക കഴിക്കാൻ പോകണം. ഒരുപാട് നാളത്തെ ആഗ്രഹം, കുറേ നാളായി ഇങ്ങനെ മനസ്സിൽ കൊണ്ട് നടക്കും ചക്ക കഴിക്കണം എന്ന്. പക്ഷേ എപ്പോൾ ചക്ക പോയി നോക്കിയാലും ചക്ക കിട്ടില്ല. പ്രത്യേകിച്ച് നമ്മൾ ദുബായിൽ കിട്ടിയാലോ പഴുത്തിരിക്കില്ല, അത് കിട്ടിയാണെങ്കിലോ വളരെ മോശമായിരിക്കും. അപ്പോൾ ഇന്ന് നമുക്ക് 2 കോൾസ് കിട്ടിയിരിക്കുകയാണ്. 2 കോൾസ് എന്നാൽ 2 അടിപൊളി ചക്കകൾ കിട്ടിയിരിക്കുകയാണ്. ഒന്ന് റെജി പോയിട്ട് ലുലുവിൽ പോയിട്ട് മേടിച്ച ചക്ക, ഒന്ന് നമ്മളെ ജിജേഷ് കണ്ണൂരിൽ നിന്ന് കൊടുത്ത ചക്ക. ഇപ്പം ചക്കയുടെ ബഹളായി. എന്താ പറയുക, കിട്ടിക്കഴിഞ്ഞപ്പോൾ ഭയങ്കര എന്താ പറയുക ഉത്സവം പോലെയായി ചക്കയുടെ. അപ്പോൾ നിങ്ങൾക്ക് കാണാം. അപ്പം ഇതാണ് നമ്മൾ ലുലുന്ന് മേടിച്ച ചക്ക. ഇതേത് മലേഷ്യൻ ചക്ക അല്ലേ? എല്ലാം നമ്മൾ കട്ട് ചെയ്തിട്ടാണ് മേടിച്ചിരിക്കുന്നത്. ഇത് എത്ര കിലോ ഉണ്ടാവും? 3 കിലോ ഉണ്ട്. എൻ്റെ പൊന്നോ, ഇതൊക്കെ എപ്പോൾ കഴിച്ചേക്കാനാ? വയറിളക്കി ചാവുമോ? ഇതെവിടുത്തെ? ഇത് നാട്ടിലത്തെ ചക്കയാണ്, തേൻ വരിക്ക. പിന്നെ വേറെ ചക്ക കൊണ്ടിരിക്കുന്നുണ്ട്, നാടൻ ചക്കയാണ്. അപ്പോൾ 3 ടൈപ്പ് ചക്ക നമ്മൾ ലുലുന്ന് മേടിച്ചിട്ടുണ്ട്. കണ്ണൂരിൽ നിന്ന് ഒരു മനുഷ്യൻ കഷ്ടപ്പെട്ടിട്ട് ലഗേജിലൊക്കെ എടുത്ത് കൊടുക്കുന്ന ചക്ക ഇവിടെ വെച്ചിട്ടുണ്ട്. ഇതാണ് ശരിക്കും നമുക്ക് ഭയങ്കര പ്രധാനമുള്ളത്. എന്ന് പറഞ്ഞാൽ ഒരാൾ കഷ്ടപ്പെട്ട് കൊടുക്കുന്ന ചക്കയാണ്. നമുക്ക് ആഗ്രഹം പറഞ്ഞിട്ട് ഇതിനാണ് നമ്മൾ എന്താ പറയുക അവാർഡ് കൊടുക്കേണ്ടത് അല്ലേ? അപ്പോൾ ഇതാണ് കണ്ണൂരിൽ നിന്ന് വന്ന വേറെ ചക്ക, മിസ്റ്റർ ജിജേഷ് രാജൻ കൊടുത്തതാണ്. അപ്പോൾ ചക്ക ഉദ്ഘാടനം, നമ്മൾ ചക്ക പീസ് നമ്മൾ കഴിക്കാൻ പോകുന്നു. എന്നിട്ട് നമ്മൾക്ക് എങ്ങനെയാണെന്ന് അറിയാം. കഴിച്ചു നോക്കിയിട്ട് പറയും. മരം കൊള്ളാല്ലേ? കൊള്ളാം. നല്ല ഫ്രഷ് ചക്ക. വയലുള്ളിൽ പോയി. മിക്കവാറും ഒരു 2 വർഷമായി കാണും ചക്ക കഴിച്ചിട്ട്. ആ വർഷം നമുക്ക് ഒരുപാട് ചക്ക കിട്ടി, പിന്നെ കിട്ടിയിട്ടേ ഇല്ല. ഒരു വർഷം നമ്മള് ആനക്കാട്ടിൽ നിന്ന് കുറെ ചക്ക മേടിച്ചു ഓൺലൈൻ. പിന്നെ ഇതുവരെ കിട്ടിയിട്ടില്ല ചക്ക. നാട്ടില് കഴിഞ്ഞ ഏപ്രിലിൽ പോയി എന്നിട്ടും ചക്ക കഴിക്കാൻ പറ്റില്ല. ഇപ്പോഴാണ് ആദ്യമായിട്ട് ചക്ക കഴിക്കുന്നത് 2025 ആ ചക്ക. ഇനി അടുത്ത ജ്യേഷ്ഠ ചക്ക ട്രൈ ചെയ്തോളാം. കൊടുക്കുന്ന ചക്ക ഇതാ എടുത്തിരിക്കുന്നു. ഇതൊക്കെ ക്ലീൻ ആക്കിയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. കുറേ കഷ്ടപ്പെട്ടിട്ടുണ്ട് പാവം. ഇതിപ്പോൾ എൻ്റെ വണ്ടിയിൽ ഇരുന്നിട്ട് കുറേ നേരമായിട്ട് ചൂടായിട്ട് മറ്റേ ചക്കപ്പുഴുക്ക് പോലെ ഉണ്ടാവും. ആ വണ്ടിയിൽ നിന്ന് എൻ്റെ ഒരു ടേസ്റ്റ് വ്യത്യാസം ഉണ്ട്, അത്രേ ഉള്ളൂ. ഇവിടെ നൈസ്. എനിക്ക് ഇത് നമുക്ക് ഇതാക്കാം, മാറ്റാൻ പറ്റുന്ന ചക്കയാണ്, നല്ല ചക്കയാണ്. ആ വണ്ടിയിൽ തന്നെ കുഴപ്പമില്ല, അത്രേ ഉള്ളൂ. ചൂടത്തിൽ തന്നെ കുറേ ഒരു ആ ചൂടിൻ്റെ ഒരു ഇതുണ്ട്, വേറെ അടിപൊളിയാവും. പിന്നെ നമുക്ക് ഫ്രഷ് ചക്ക കിട്ടിയിട്ടുണ്ട്. എവിടെ കിട്ടിയിരിക്കുന്നത്? മലേഷ്യ. പിന്നെ 2 തരത്തില് നാടൻ. അപ്പം നമുക്കെന്താ ജാക്ക് ഫ്രൂട്ട് ചക്ക വരട്ടിയെടുക്കണം നമുക്ക് നാളെ അല്ലേ? നാളെ നമ്മൾ ചക്ക കിട്ടും. അതിൻ്റെ വീഡിയോ കൂടി ഇതിലുണ്ടാവും. ഓക്കെ ഗൈസ്, നമ്മളിനി ഇന്ത്യൻ ചക്ക ട്രൈ ചെയ്യാൻ പോവാണ്. തേൻ വരിക്ക. അപ്പോൾ അതെങ്ങനെയുണ്ട് നോക്കാം. കൊണ്ടുവരൂ. ഞാനല്ല ചക്ക കിട്ടുന്നത്, രജിയാണ്. എൻ്റെ കയ്യിൽ എണ്ണ പറ്റിയിട്ടുണ്ടോ ചക്ക കിട്ടുമ്പോൾ? ഞാൻ എണ്ണ പറ്റിയിട്ടില്ല. പക്ഷെ എന്നാലും എൻ്റെ കയ്യിൽ നല്ല സ്റ്റിക്കി ഫീലിംഗ് ആണ്. ചക്ക വരുമ്പോൾ നമ്മൾ കയ്യിൽ വെളിച്ചെണ്ണ വരക്കണം, അല്ലെങ്കിൽ ഭയങ്കര മറ്റേ പശ ഉണ്ടാവും. ഇതൊക്കെ നമ്മൾ പണ്ട് കാലത്തൊക്കെ ചെയ്തിട്ടുള്ള, പക്ഷേ ഇപ്പോഴൊക്കെ ചെയ്യാൻ ഭയങ്കര മടിയാണ്. ഗൈസ്, ഇതാണ് ഒരു ചക്കക്കഥ. ഇത് നമ്മൾ നാടൻ ചക്ക തേൻ വരിക്ക അങ്ങനെ പൊളിച്ച് ഉണ്ടാ. ഇതങ്ങനെ കഴിക്കും. ഇത് തന്നെ രണ്ടും 2 ടേസ്റ്റ് ആട്ടോ. 2നും മധുരമുണ്ട്, പക്ഷെ ഇതിൻ്റെ ടേസ്റ്റ് വേറെയാണ്. കാരണം 2 സ്വീറ്റാണ്. പക്ഷെ ഇത് കുറച്ച് ചെറുതാണ്.
രണ്ടിനും അതിൻ്റെ ടേസ്റ്റ് ഉണ്ട്. നമുക്കിപ്പോൾ ഒന്നാണ് നല്ലതാണെന്ന് പറയാൻ പറ്റില്ല. ഇന്തോനേഷ്യയുടെ ചക്ക നല്ല ചക്കയാണ്. ലേസന്മാരൊക്കെ വരുന്നുണ്ടാവില്ലേ, ശബ്ദം വേണം. പക്ഷേ കുറച്ച് മധുരം കുറവാണ്. നമ്മൾ ഇന്തോനേഷ്യയുടെ ചക്കനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇന്ത്യൻ ചക്കയ്ക്ക് നമ്മളെ മലേഷ്യൻ ചക്കനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ നമ്മളെ തേൻവരിക്ക് കുറച്ച് മധുരം കുറവാണ്. ചിലപ്പോൾ അതിന് ചിലപ്പോൾ നല്ല എന്താ പറയുക വെറൈറ്റി സാധനമായിരിക്കും, നല്ല വളർത്തിയായിരിക്കും. നാളിലെ മാവിൽ നിന്ന് വെട്ടിക്കൊടുത്ത സാധനമായിരിക്കും. ഈ ചക്ക കൂടുതൽ വെച്ചാൽ എന്തെങ്കിലും സംഭവിക്കും? എന്താ വിരളകോ? ചിലപ്പോ വിരളകും അധികം കഴിച്ചാൽ. അത് ചക്കക്കുരു ഒന്നും കളയാൻ പാടില്ല എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ചക്കക്കുരുവിടെ ഭയങ്കര എന്താ ആൻറ്റി ഓക്സിഡൻസും പിന്നെ വേറെ എന്തൊക്കെ ആൻറ്റി ഇൻഫ്ലമേഷൻ പിന്നെ അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെയാണ് ഇപ്പോൾ പുതിയ സ്റ്റഡി വന്നിട്ടുണ്ട്. ചക്കക്കുരു പൊടിയായിട്ടൊക്കെ വരുന്നില്ല. വേണം നമുക്ക് പുട്ടൊക്കെ ഉണ്ടാകും ചക്ക കൊണ്ട്. പിന്നെ അതുപോലെ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ കണ്ടില്ലേ അജുവിൻ്റെ ചക്കക്കുരു ഉണക്കിയിട്ട് മറ്റേ പരിപ്പോട ഉണ്ടാക്കുന്നു. ഓ അടിപൊളി. ഇനി നമുക്ക് അടുത്ത് കുറച്ച് മലേഷ്യൻ ചക്ക കഴിക്കാം. തേൻവരിക്ക ചക്ക കഴിച്ചിട്ട് വീണ്ടും ഞാൻ മലേഷ്യൻ ചക്ക കഴിച്ചു നോക്കിയപ്പോൾ മനസ്സിലായത് തേൻവരിക്കയുടെ ടേസ്റ്റാണ് കുറച്ചുകൂടി ബെറ്റർ. സംഭവം ചെറിയ ചക്കയാണ്, അതിൻ്റെ ചോളയൊക്കെ ഭയങ്കര ചെറുതാണ്. പക്ഷേ ഇതാണ് ഒന്നൊന്നര ചക്ക. നല്ല അടിപൊളി മധുരമാണ്. മറ്റേതിനേക്കാളും മധുരം കൂടുതലത്. ഞാൻ വിചാരിച്ചു അതാണ്. അത് കുറച്ചുകൂടി ക്രിസ്പിയാണ്. അത് നല്ല ക്രിസ്പിയായിട്ട് നമുക്കതിൻ്റെ ഈ ഞൗണി വരെ കഴിക്കാൻ പറ്റും. ഉണ്ട്, ഇതാണ് ഈ ഞൗണി എന്ന് പറയുന്ന സാധനമല്ല, ഇതുവരെ കഴിക്കാൻ പറ്റും മലേഷ്യൻ ചക്ക. അത്രയും സ്വീറ്റാണ് അതിൻ്റെ. പക്ഷേ അതിനേക്കാളും സ്വീറ്റാണ് ഇതിൻ്റെ ചുളകൾ. സോ ചുള വൈസ് നമ്മളെ നാടൻ തേൻവരിക്ക ചക്ക ഇറ്റ് വിൻസ് ദ പോയിൻറ്റ്സ്. ചൗണി വൈസ് ഇത് മലേഷ്യ ചക്ക വിൻസ് ദ പോയിൻറ്റ്സ്. അപ്പോൾ രണ്ട് ചക്ക അടിപൊളിയാണ്. മറ്റേത് കുറച്ചുകൂടി ഫ്ലഷിയാണ്, കുറച്ചുകൂടി നീളമുണ്ട്, കുറച്ചുകൂടി വീതിയുണ്ട്, നല്ല സൈസ് ഉണ്ട്. ഇത് കുറച്ചുകൂടി ശിശുവാണ് നമ്മളെപ്പോലെ തന്നെ. പക്ഷെ സാധാരണ നമ്മളെക്കാളും ശിശുക്കളാണ് മലേഷ്യക്കാർ. എന്നാലും പോലും ചക്കയുടെ സൈസ് വരുമ്പോൾ അവരെ ചക്കയാണ് കുറച്ചുകൂടി വലുത്. എന്ത് ചെയ്യാം അല്ലേ? ദാറ്റ്സ് ഇറ്റ്. അപ്പോൾ അതാണ് ഗൈസ്, നമ്മൾ ചക്ക വരട്ടാനുള്ള പരിപാടി തുടങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ ഒരു ചക്കത ചുള കുറച്ചുകൂടെ ഇട്ടിട്ടുണ്ട്. 2-3 ചക്ക മിക്സാണ്, വെറൈറ്റീസ്. ഓ എന്ത് സ്മെല്ലാ അല്ലേ? പറയൂ, സ്മെൽ. We are going to like വരട്ടൽ, like let make it like halwa. റെഡി, അളക്കുന്നു. ചക്ക വന്നു കഴിഞ്ഞു. ഞങ്ങൾ ഇത് ഇവിടെ നിന്ന് എടുത്ത് അങ്ങോട്ട് ചൂടാറാൻ മാറ്റി വെച്ചിരിക്കുകയാണ്. ഇനി ഇത് മിക്സിയിലിട്ടടിക്കണം. നമ്മളിത് മിക്സിയിലിട്ടടിക്കാൻ പോകുന്നു. ഭയങ്കര സൗണ്ട് വരും. അപ്പോൾ നമ്മുടെ ഉരുളി ഇത് അവിടെ ചൂടാക്കി അതിലേക്ക് നെയ്യ് ഒഴിക്കുന്നു. കുറച്ച് കൂടുതൽ ഒഴിച്ചോ. സോഫ്റ്റ് നെയ്യ്. ഇനി ഇതിലേക്ക് നമ്മൾ എല്ലാ സാധനങ്ങളും ആഡ് ചെയ്യും. ചക്ക പേസ്റ്റാക്കി ഇവിടെ കൊടുത്ത് വെച്ചിട്ടുണ്ട്. ഇനിയാണ് പണി, ഇളക്കൽ, സോളടക്കൽ. തീ കുറച്ച് വെച്ചിട്ട് നമ്മളിങ്ങനെ ഇളക്കിക്കൊണ്ടേയിരിക്കും. ഓക്കെ, അപ്പോൾ ഇതിലേക്ക് ശർക്കര ഒഴിക്കാൻ പോവുകയാണ്. മുതനെ ഇളക്കിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ
ഇതിൽ നോക്കിയിട്ട് ഇടാം. ഇവിടെ അതാ തിളച്ചുകൊണ്ടിരിക്കുന്നു. തിളച്ച് മറിയുന്നുണ്ട് കണ്ടില്ലേ. തിളക്കുന്ന സൗണ്ട് കേൾക്കല്ലേ. അതിലേക്ക് നമ്മൾ ഏലക്കായ ചേർക്കുന്നുണ്ട്, ഒരു സ്പൂൺ. ഏലക്കായ ഇട്ടപ്പോഴേക്കും നല്ല മണം വരുന്നു. രാവിലെ തന്നെ ഭയങ്കര പണിയാണ്. കളക്കൽ വിദഗ്ധൻ എന്താ കേട്ടോ ഗൈസ്, ഞാൻ കഷ്ടപ്പെടുന്നുണ്ടല്ലോ അടുക്കളയിൽ. കളക്കുന്നു മസിലൊക്കെ ഇളക്കുക. ഇത് ഒരുമാതിരി മറ്റേ കുട്ടികൾ മണ്ണപ്പം വെച്ച് കളിക്കുന്നവരുണ്ട് എൻ്റെ കയ്യിൽ സാധനം. അപ്പോൾ കുറച്ച് തിക്കായി. ഇപ്പോൾ നമ്മൾ നേരത്തെ ചെയ്തതിനേക്കാളും തിക്കായി. അതാണ് കൈപ്പുണ്യം എന്ന് പറയുന്നത്. നല്ല സ്മെല്ല് വരുന്നുണ്ടല്ലോ. അപ്പൊ തന്നെ കുറച്ച് കോരി കഴിക്കാൻ തോന്നുന്നുണ്ട്. ഇളക്കി ഈ പരുവായിട്ടുണ്ട്. നല്ല സ്റ്റിക്കി ഫോർമാറ്റിൽ എത്തിയിട്ടുണ്ട്. ഇനിയും കുറച്ചും കൂടി സമയം വേണം. അപ്പോൾ അതങ്ങനെ അവിടെ നിന്നൊക്കെ വിട്ട് വരുന്നുണ്ട്. നല്ല ഡാർക്ക് കളറായി വരുന്നുണ്ട്. കണ്ടോ, അതിങ്ങനെ കംപ്ലീറ്റ്ലി ഇങ്ങനെ ഇളക്കി വരണം അതിൻ്റെ ഉള്ളിൽ. അപ്പോഴാണ് ചക്ക വരട്ട്. കണ്ട അങ്ങനെ തന്നെ. കുറച്ചുകൂടി സമയം വെക്കണം. അപ്പോൾ അതിനുള്ളിൽ നമ്മൾ മട്ടൺ ഇവിടെ വെക്കുന്നുണ്ട്. കൺസിസ്റ്റൻസി കണ്ടില്ലേ. ഇതൊന്ന് ഇരുന്ന് കഴിഞ്ഞാൽ ഇതാവും. ഇപ്പം എല്ലാം വിട്ട് വന്നു. ഇവിടെ എവിടെയും പിടിക്കുന്നില്ല. കണ്ടോ, അങ്ങനെ ഒരുപാടില്ലേ. ഓക്കെ, ഇറ്റ്സ് ഡൺ. അപ്പോൾ നമ്മൾ ചക്ക വരട്ടൽ അവസാനിച്ചിരിക്കുകയാണ് സക്സസ്ഫുള്ളായിട്ട്. കുറച്ച് അപ്പോൾ ഇത് ചക്ക ഹലുവയല്ല, ചക്ക വരട്ടിയതാണ്. അതുകൊണ്ടാണ്. ഹലുവയാണ് കുറച്ചുകൂടി നേരെ ഇരിക്കേണ്ടി വരും, പിന്നെ മൈദ കിടക്കണം. ബട്ട് ഇത് വളരെ നാച്ചുറലിസ്റ്റിക്. അത് ഓഫാക്കല്ലേ. ഓക്കെ, ഇവിടെ ഇതല്ലേ.